ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരു പുതിയ ആമസോൺ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടിരുന്നു. അപ്പോൾ ഓൾറെഡി നമുക്കൊരു ആമസോൺ അക്കൗണ്ടായി. ഇനി ആമസോണിൻ്റെ ഫീച്ചേഴ്സ്, ആമസോൺ പേ, ആമസോൺ UPI ഇതൊക്കെയാണ് നമുക്കറിയാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ആമസോൺ UPI എങ്ങനെ സെറ്റ് ചെയ്യാം, UPI വഴി എങ്ങനെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാം, ക്യാഷ് ട്രാൻസാക്ഷൻസ് നടത്തുക എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഇപ്പോൾ എല്ലാവരും UPI ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആമസോൺ UPI സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനായിട്ട് ആദ്യം നമ്മൾ UPI സെറ്റ് ചെയ്യണം. ആമസോൺ ഗെറ്റ് സ്റ്റാർട്ടഡ് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടൈം ഓഫറായിട്ട് അവർ 50 rupees ക്യാഷ് ബാക്ക് തരുന്നുണ്ട്. നമുക്കെങ്ങനെ പ്രൊസീഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ പ്രൊസീഡ് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ചോദിക്കും. അപ്പോൾ നമ്മൾ ഏത് നമ്പറിലാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ നമ്പർ സെലക്ട് ചെയ്യുക, പ്രൊസീഡ് ചെയ്യുക. ദെൻ അവരുടെ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആവാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ, അതായത് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്ത ആ മൊബൈൽ നമ്പർ ഇപ്പോൾ വെരിഫിക്കേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിന് ശേഷം നമുക്ക് 2 സ്റ്റെപ്പാണ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് നമ്മുടെ ഏതാണോ ബാങ്ക് അക്കൗണ്ട് അത് സെലക്ട് ചെയ്യണം. എൻ്റെ കേസിൽ ഇതിപ്പോൾ SBI ആണ്, അപ്പോൾ ഞാൻ അതാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഒരു UPI പിൻ നമ്പർ നമ്മൾ മുന്നേ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അടുത്തതായിട്ട് ആ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട സ്റ്റെപ്പാണ്. പിൻ നമ്പർ ക്രിയേറ്റ് ചെയ്യാത്തവർക്ക് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് തേർഡ് വൺ, സെറ്റ് യുവർ UPI പിൻ. അപ്പോൾ ഈ എൻ്റെ അക്കൗണ്ടിൽ ഓൾറെഡി UPI പിൻ നമ്പർ ഉള്ളത് കൊണ്ട് അത് ഡയറക്റ്റ് സക്സസ് പേജിലോട്ടാവും പോവുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ചൂസ് യുവർ ബാങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ ബാങ്കും ലിസ്റ്റ് ചെയ്യും. അതിന്ന് നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ എൻ്റെ ഈ അക്കൗണ്ടിന് ഓൾറെഡി UPI പിൻ നമ്പർ ഉള്ളത് കൊണ്ട് സിങ്കായി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഒന്നുമില്ല, ജസ്റ്റ് കണ്ടിന്യൂ അടിക്കുക. ഓക്കെ, കണ്ടിന്യൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആമസോൺ UPI ID ക്രിയേറ്റ് ആയിട്ടുണ്ട്. താഴെ കാണുന്നതാണ് UPI ID. ഇനി ലെഫ്റ്റ് സൈഡിലെ ആമസോൺ പേയിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും കാണും. നമ്മുടെ UPI ID ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. മൊബൈൽ നമ്പർ @APL അതാണ് നമ്മുടെ ആമസോൺ UPI ID. പിന്നെ നമ്മൾ ഈ UPI വെച്ച് എങ്ങനെ ഒരു ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാം, മണി റിക്വസ്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എല്ലാരും വിളിച്ചു.